ലക്നൌ സൂപ്പർ ജയന്റ്സ് LSG 2026 ഏപ്രിൽ 9 ഈഡൻ ഗാർഡൻസിൽ വെച്ച് നടന്ന അവസാന പന്ത് വരെ നീണ്ട ആവേശകരമായ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ KKR നാടകീയമായി 3 വിക്കറ്റ് വിജയം സ്വന്തമാക്കി. KKR ഉയർത്തിയ 181/4 എന്ന ടോട്ടൽ വിജയകരമായി പിന്തുടർന്ന് LSG ലക്ഷ്യം കണ്ടു. IPL-ൽ അരങ്ങേറ്റം കുറിക്കാത്ത ബാറ്റ്സ്മാൻ മുകുൾ ചൌധരിയുടെ വെറും 27 പന്തിൽ നിന്ന് നേടിയ തകർപ്പൻ 54 റൺസാണ് ഈ വിജയത്തിൽ നിർണായകമായത്. റെക്കോർഡ് ഭേദിച്ച 8ാം വിക്കറ്റ് കൂട്ടുകെട്ട് ഹൈലൈറ്റായ ഈ സെൻസേഷണൽ ഫിനിഷ് IPL 2026 സീസണിൽ LSGയുടെ തുടർച്ചയായ 2ാം വിജയമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വീരോചിതമായ പ്രകടനത്തിന് മുകുൾ ചൌധരി മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കി. ടൂർണമെന്റിലെ 15ാമത്തെ മത്സരമായിരുന്ന ഇതിൽ LSG ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ടോസ് നേടി ആദ്യം ഫീൽഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതോടെ വലിയൊരു പോരാട്ടത്തിനുള്ള കളമൊരുങ്ങുകയായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഇന്നിംഗ്സ് തുടങ്ങിയത് തുടക്കത്തിലെ ചെറിയൊരു സമ്മർദ്ദത്തിലായിരുന്നു. ഫിൻ അലൻ പെട്ടെന്ന് തന്നെ പുറത്തായിപ്പോയതോടെ അവർക്ക് താളം തെറ്റി. പക്ഷേ ക്യാപ്റ്റൻ അജിൻക്യ രഹാനെ 41 റൺസും അംഗ്രിഷ് രഘുവൻഷി 45 റൺസുമായി ക്രീസിലെത്തിയതോടെ അവർക്ക് ആശ്വാസമായി. 84 റൺസിന്റെ ഒരു മികച്ച 2ാം വിക്കറ്റ് കൂട്ടുകെട്ടുണ്ടാക്കി ഇരുവരും ഇന്നിംഗ്സിനെ താങ്ങി നിർത്തി. എന്നാൽ ഈ തിരിച്ചുവരവിന് ശേഷവും ക്രീസിലുണ്ടായിരുന്ന 2 കളിക്കാരും പുറത്തായതോടെ മധ്യ ഓവറുകളിൽ KKRന്റെ സ്കോറിംഗ് വേഗം നന്നേ കുറഞ്ഞു. സ്പിൻ ബൌളർമാർക്കെതിരെ കാമറൂൺ ഗ്രീനിന് തുടക്കത്തിൽ റൺസ് കണ്ടെത്താൻ നന്നേ പാടുപെട്ടു. അവസാന 5 ഓവറുകളിലേക്ക് കടക്കുമ്പോൾ KKR 3 വിക്കറ്റിന് 115 റൺസ് എന്ന നിലയിലായിരുന്നു. കാരണം തൊട്ടുമുമ്പുള്ള 3 ഓവറിൽ അവർക്ക് നേടാനായത് വെറും 9 റൺസ് മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് കണ്ടത് റോമാൻ പവലിന്റെയും 24 പന്തിൽ 39 റൺസുമായി പുറത്താവാതെ നിന്നു കാമറൂൺ ഗ്രീനിന്റെയും 24 പന്തിൽ 32 റൺസെടുത്ത് പുറത്താവാതെ നിന്നു വെടിക്കെട്ട് ബാറ്റിംഗാണ്. ഡെത്ത് ഓവറുകളിൽ 66 റൺസ് അടിച്ചുകയറ്റിയ ഇരുവരും KKRനെ 4 വിക്കറ്റിന് 181 റൺസ് എന്ന ഒരു മികച്ച ടോട്ടലിൽ എത്തിച്ചു. ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ ചേസിംഗിന് ഒരു മികച്ച തുടക്കമായിരുന്നു. എയ്ഡൻ മാർക്രവും മിച്ചൽ മാഷും ചേർന്ന് വെറും 4 ഓവറിൽ 41 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ KKR ബൌളർമാർക്ക് തുടക്കത്തിലെ നല്ല സമ്മർദ്ദമായി. പക്ഷേ ഈ മികച്ച തുടക്കത്തിന് അധികം വയസ്സുണ്ടായില്ല. വൈഭവ് അറോറ എത്തിയതോടെ മാർക്രമിനെയും മാഷിനെയും അടുത്തടുത്ത് പുറത്താക്കി ഒരു ചെറിയ തകർച്ചയ്ക്ക് വഴിവെച്ചു. അതോടെ കളി KKRന്റെ പക്ഷത്തേക്ക് തിരിഞ്ഞു. ഈ തിരിച്ചടികൾക്കിടയിലും ലക്നൌവിന്റെ മധ്യനിരയിൽ ആയിഷ ബദോനി താങ്ങും തണലുമായി. 34 പന്തിൽ നിന്ന് നിർണായകമായ 54 റൺസ് അടിച്ചെടുത്തു. KKRനെതിരെ സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനുള്ള ബദോനിയുടെ കഴിവ് മുൻ മത്സരങ്ങളിലും കണ്ടതാണ്. മധ്യ ഓവറുകളിൽ ടീമിന് വിലപ്പെട്ട റൺസുകൾ നേടിക്കൊടുത്തിട്ടുള്ള താരമാണ് ബദോനി. മത്സരം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അവസാന 2 ഓവറിൽ ജയിക്കാൻ 30 റൺസ് വേണമെന്ന നിലയിൽ LSG വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈയൊരു ഘട്ടത്തിലാണ് 2.6 കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ച അധികം അറിയപ്പെടാത്ത മുകുൾ ചൌധരി ഒരു ഞെട്ടിക്കുന്ന പ്രകടനം പുറത്തെടുത്തത്. വെറും 27 പന്തിൽ 7 സിക്സറുകളടക്കം പുറത്താകാതെ 54 റൺസ് നേടിയ ചൌധരി കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചു. 8ാം വിക്കറ്റിൽ ആവേശക്കാനോടൊപ്പം 54 റൺസിന്റെ ഒരു തകർപ്പൻ കൂട്ടുകെട്ടുണ്ടാക്കിയ ഇവർ IPL-ലെ വിജയകരമായ റൺചേസുകളിൽ 8ാം വിക്കറ്റിലെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ട് എന്ന റെക്കോർഡും സ്വന്തമാക്കി. ഈ നിർണായക കൂട്ടുകെട്ടിൽ ആവേശഖാനും വലിയൊരു പങ്കുവഹിച്ചു. KKRനെതിരെ വേഗത കൊണ്ടും വിക്കറ്റ് വേട്ട കൊണ്ടും മികവ് തെളിയിച്ചിട്ടുള്ള താരമാണ് ആവേശഖാൻ. ഈ IPL 2026 മത്സരത്തിൽ 2 വിക്കറ്റുകൾ വീഴ്ത്തിയതും ഇതിനുദാഹരണമാണ്. കളിയുടെ ക്ലൈമാക്സിൽ മുകുൾ ചൌധരി അവസാന പന്തുവരെ പതറാതെ നിന്നു. അവസാന പന്തിൽ ഒരു റൺ വേണ്ടിയിരിക്കെ ചൌധരി ബാറ്റ് വീശിയെങ്കിലും കൊണ്ടില്ല. എന്നാൽ അംഗ്രിഷ് രഘുവൻഷിക്ക് ഡയറക്റ്റ് ഹിറ്റ് നഷ്ടമായതോടെ ചൌധരി വേഗത്തിൽ ഓടി ഒരു റൺ LSGക്ക് ചരിത്ര വിജയം നേടിക്കൊടുത്തു. 3 വിക്കറ്റ് കൈയിലിരിക്കെ നേടിയ ഈ ത്രില്ലടിപ്പിക്കുന്ന വിജയം ലക്നൌ ക്യാമ്പിനെ ആഹ്ലാദക്കടലിലാഴ്ത്തി. ടീമിന്റെ പോരാട്ടവീര്യവും വിട്ടുകൊടുക്കാത്ത മനോഭാവവും ഇതെടുത്തു കാണിച്ചു. മറുവശത്ത് KKRനെ സംബന്ധിച്ച് കളി കടുത്ത നിരാശ സമ്മാനിച്ചു. ഒരു വിക്കറ്റ് വീഴ്ത്തി റൺസ് അധികം വഴങ്ങാതെ പന്തെറിഞ്ഞ സുനിൽ നരേന്റെയും അവസാന ഓവറുകളിലെ റോമാൻ പവലിന്റെ വെടിക്കെട്ട് ബാറ്റിംഗും ഉണ്ടായിട്ടും അവരേണ്ടി വന്നു. 4 കളിയിൽ 3ലും തോറ്റ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL 2026 പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്ത് തുടരുകയാണ്. ഇതോടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അവർ പാടുപെടുകയാണ്.